പോയിന് പോയിന് താഴെ ആ പറഞ്ഞോ. ഹലോ പറ. ഹലോ. ആ പറ. നീ എന്നാ പറയാൻ വന്നേന്നറാ. ഹലോ. അതെ, എന്റെ ഇവിടെ പഠിച്ച ആരതിയില്ലേ? ഏത്? ബാംഗ്ലൂര് നഴ്സിംഗിന് പഠിക്കുമ്പോണ്ടേ എന്നെ കിട്ടാണ്ട് മോളെ ഫോണിലല്ലേ വിളിക്കല്? ആ മറ്റേ എന്റെ റൂമിലല്ലേ? ആ അതെന്താ ഓളെ ഫോണില് വിളിക്കണ്ടെന്ന് പറയുന്നോ? മോള് കൊറച്ച് പോക്കാം. എന്തേ? 2-3 ലൈൻ ഉണ്ട്. ലൈന് മാത്രല്ല, കൊറച്ച് സീനുമാണ്. 3 അങ്ങനെ എനിക്കറിയാം. നമ്മളെപ്പോഴും കാണുന്നില്ലേ? രാത്രിയിലായി കഴിഞ്ഞാല് പബ്ബിലെല്ലാം പോവും. ആരും കൂടിയാന്നൊന്നുമില്ല, ആരെങ്കിലും കൂടി ഉണ്ടാവും. ഒറ്റക്കാന്ന് ഇവിടുന്ന് ഇറങ്ങി പോവാ. ആരെങ്കിലും കൂടെ പോവുക. പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ എപ്പോഴും വീഡിയോ കോൾ ചെയ്യുന്നുണ്ടാവും. ഏതെങ്കിലും ബോയ്സ് എല്ലായിട്ടുണ്ടാവും വീഡിയോ കോൾ ചെയ്യുന്നത്. ലൈനുണ്ട്. നാട്ടിലൊരാളുണ്ട്. നാട്ടില് പക്കയായിട്ട് പക്കയായിട്ട് നാട്ടിലൊരാൾക്ക് ഇങ്ങോട്ടേക്ക് നല്ല സിൻസിയർ ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇങ്ങനെ സിൻസിയർ ആയിട്ടല്ല, ഇങ്ങനെ കൊണ്ടുപോകും ഓരോരുത്തര. ഇവിടെ നമ്മളിവിടെ പഠിക്കുന്ന തന്നെ ഏട്ടനുണ്ട്. നമ്മളെ കോളേജിലൊരു സീനിയർ ഏട്ടനുണ്ട്. അപ്പൊ ആദ്യം ഓളോട് ഓളെ പ്രപ്പോസ് ചെയ്ത് ഇഷ്ടാന്ന് പറഞ്ഞ്. പക്ഷെ ഇവക്ക് ലൈനുള്ള കാര്യം ഏട്ടൻ അറിയാം. അപ്പൊ ഏട്ടനും കുറച്ചൊരു ഇതാണ്. അപ്പൊ ഇവൾ ഓക്കെ പറഞ്ഞ്. പക്ഷെ ഇങ്ങനെ ചങ്ങായിക്ക് ലൈൻ ഉണ്ടെന്ന് അറിയാം. പക്ഷെ ജസ്റ്റ് എന്തോ അപ്പൊ ഇങ്ങനെ ഇവരിങ്ങനെ ഓരോ സ്ഥലത്ത് രാത്രിയിൽ ഇങ്ങനെ പോവും. അപ്പൊ ഇവളിങ്ങനെ നമ്മളടുത്ത് വന്നിട്ട് ഒരു സ്റ്റോറി പറഞ്ഞാണ് ഇവന്റെ കൂടെ പോന്നെ. പക്ഷെ നമ്മളോട് പറഞ്ഞ് ഞാൻ പുറത്തു പോന്നാന്ന് പറഞ്ഞു. 7 മണി അങ്ങനെയല്ല ആയപ്പോ. അപ്പൊ ആ സീനിയർ ഏട്ടൻ പറഞ്ഞു ഓരോട് ചായ കുടിക്കാൻ പോവാന്ന്. അപ്പൊ നമ്മളൊന്നും പറഞ്ഞില്ല. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ എപ്പോഴും അങ്ങനെ തോന്നിയല്ലേ. രാത്രി ഒരു 7 മണി അങ്ങനെ ആവുമ്പോ. അപ്പൊ എന്നിട്ടപ്പൊ ഇവള് നമുക്കിങ്ങനെ സ്റ്റോറി പറഞ്ഞാ വന്നു കഴിഞ്ഞിട്ട്. അപ്പൊ ഇവള് നമ്മളോട് പറഞ്ഞ് ഇവളിങ്ങനെ പറയുന്ന കേട്ടപ്പോ നമുക്കും ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പൊ ഇവള് വന്നപ്പോ പറഞ്ഞ് ഇങ്ങനെ ആയിട്ട് ചായ കുടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയത്. എന്നിട്ട് ഇങ്ങനെ ബൈക്കിലാ പോയത്. എന്നിട്ട് പോയപ്പോ ഏട്ടനെന്തോ എടുക്കാനുണ്ട്, സാധനം എടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഏട്ടന്റെ റൂമിന്ന്. അപ്പൊ ഇവള് അവളോട് ചോദിച്ചോളൂ റൂമിൽ പോയിക്കൂടെ, ഒരു സാധനം എടുക്കാനുണ്ട്, എടുത്തിട്ട് ചായ കുടിക്കാൻ പോകാന്ന് പറഞ്ഞോളൂ. അപ്പൊ ഇവള് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, റൂമിൽ പോകാന്ന് പറഞ്ഞു. അപ്പൊ അവര് റൂമിൽ അങ്ങനെ പോയി. റൂമിൽ എത്തിക്കഴിഞ്ഞപ്പോ അയാട്ടെ ഉള്ളിൽ കയറിയിട്ട് വാതിലടച്ചോളൂ റൂമില്. എന്നിട്ടപ്പോ ഇവള് ചോദിച്ച് എന്താന്ന് ചോദിച്ചല്ലോ. അപ്പൊ ഏട്ടൻ പറഞ്ഞാലും നമുക്കൊരു സിനിമ കണ്ടാലോ. അപ്പൊ പറഞ്ഞോളൂ റൂമിലെത്തിച്ച്. അപ്പൊ റൂമിൽ കയറി എന്നിട്ട് ഇങ്ങനെ സിനിമ കണ്ടാലോന്ന് ചോദിച്ചല്ലോ. അപ്പൊ അവള് ഓക്കെ പറഞ്ഞോളൂ. മനസ്സിലായിട്ടുണ്ടെങ്കിലും പോവല്ലോ അല്ലേ. ഓക്ക് കുഴപ്പമില്ല, ഓളങ്ങനെ എല്ലാരും കൂടെ പോകുന്നില്ല. അപ്പൊ ഓക്കെ പറഞ്ഞോളൂ. എന്നിട്ട് അപ്പൊ സിനിമ കാണാനിരുന്ന് കിടന്നിട്ട് ഒരു ബെഡില് കിടന്നിട്ട് അവര് രണ്ടാളും കണ്ടത്. കണ്ടു തുടങ്ങിയപ്പോ കറണ്ട് പോയി. അപ്പൊ അവിടെ വേറെ എന്ത്? അപ്പൊ ഈ മറ്റേ ചങ്ങായിന്റെ വേറെ ചങ്ങായി പറഞ്ഞിട്ടുണ്ടായില്ല അവിടെ? ഇല്ല, അവിടെ വേറെ ചങ്ങായി പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. ഏട്ടൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ എന്നിട്ട് കിടന്നിട്ട് ആ ബെഡിൽ കിടന്നിട്ടാ കണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ കറണ്ട് പോലും പെട്ടെന്ന്. കറണ്ട് പോയ സമയത്ത് ഇവർ രണ്ടാളും പേടിയായി. ഇവക്ക് പേടിയായതുകൊണ്ട് കുറച്ചും കൂടി അരിയത്തോട്ട് ഇരുന്നെന്നാ പറഞ്ഞത്. ഏട്ടന്റെ അരിയത്തോട്ട് ഇരുന്നത്. എന്നിട്ട് അപ്പോഴേ ഏട്ടെ ഇവിടെ ഡ്രസ്സിന്റെ ഉള്ളിലൂടെ കൈയിട്ടോലും. എന്നിട്ട് കൈയിട്ടിട്ട് ഇങ്ങനെ തൊട്ട് അതിന്റെ വന്ന്. അപ്പൊ പിന്നെ വിട്ടുപോലും. എന്നിട്ട് പിന്നെയും സിനിമ ഉണ്ട്. എന്നിട്ട് പിന്നെ കുറച്ചേരം ഇങ്ങനെ അയാളുടെ ചോദിച്ചോളൂ തെറ്റുണ്ടോന്ന് ചോദിച്ചോളൂ.
ഇത്രയും നടന്നിട്ട് പിന്നെ അപ്പൊ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ചും കൂടി ലോങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും. അപ്പൊ ഇവളെപ്പോഴും ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞോളൂ. എന്നിട്ട് പിന്നെ അവര് എന്റെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു 10-10:30 തിരിച്ചു വരുമ്പോ കഴുത്തിന്റെ അടുത്തെല്ലാം ഫുള്ള് കലയെല്ലാം അത് കണ്ടിട്ട് നമ്മള് ചോദിച്ചത്. ആ നാട്ടിൽ വെച്ചിട്ടുള്ള ചങ്ങായിന്റെ അവസ്ഥ. ഓള് വീട്ടിൽ പോവില്ല. ഓളെ ഓനും അങ്ങ് വരുത്താണ് ബാംഗ്ലൂര്. ഓളെ നാട്ടിൽ പോവലേ ഇല്ല. നമ്മളെ നാട്ടിൽ പോകുമ്പോ ഓള് പോവല്ല. ഓളെ നാട്ടിലത്തെ ചങ്ങായി കാണാൻ വരുമ്പോ ബാംഗ്ലൂർ വരും. എന്നിട്ട് അവിടെ റൂം എടുക്കും. ചങ്ങായിക്ക് അറിയില്ല ഇങ്ങനെ ഇവിടെ കൊറേ സെറ്റപ്പ് ഉണ്ട് എന്നുള്ളായിരുന്നു. എന്റെ കുറച്ച് ചങ്ങായിമാരുണ്ട്, പൈസക്ക് വന്നാ വരുമോ? അത് വരുമായിരിക്കും. പിന്നെ ഇടക്കിടക്ക് പബ്ബിലെല്ലാം പോകുന്നതാണ്. എപ്പോഴും പബ്ബിലെല്ലാം പോകുന്നതാണ് ഓരോ ബോയ്സിന്റെ കൂടെ. നല്ലതന്നെ. അവളെ സ്ഥലം എവിടെയാ? തൃശ്ശൂരാ? ധാരാളം കിട്ടിയ ആമ്പിള്ളേർക്ക് ഭാഗ്യം. കാണാൻ നല്ല ലുക്കാ. കണ്ടാൽ അങ്ങനെയൊന്നും പറയൂല. അങ്ങനത്തെ ഒരാളാന്ന് പറയില്ല. നല്ല രസമുണ്ട് കാണാൻ. നീയല്ലേ ഇങ്ങനെ നടന്നു? ഓളിങ്ങനെ ഓരോന്ന് പറയാൻ നിൽക്കുമ്പോ കേൾക്കുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റിങ്. എന്ത് ഇൻട്രസ്റ്റിങ്? ഓളിങ്ങനെ ഭയങ്കര ഇതാക്കിട്ട് പറയും, കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയും. അപ്പൊ എന്തോ നല്ല ഇതാ. എന്നാ വാ. എന്നാണ് ഇന്നാക്കുന്നത്? സീരിയസ് ആയിട്ട് പറഞ്ഞാണ്? സീരിയസ് ആയിട്ട് തന്നെയാന്ന് പറഞ്ഞത്. എടാ പോണേ. അതെ, നീ ആളെ ആക്കാണ്ട് വിട്. അതെ, വേറെ ഒന്നും ഉണ്ട് ഇവിടെ? വേറെ ഇങ്ങനെ കൊറേ കഥയുണ്ട്. ഓള് തന്നെ ഇങ്ങനെ കൊറേ കഥ പറഞ്ഞുതരും. ഓരോരുത്തന്മാർക്കും പോയിട്ട് രാത്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ സ്റ്റോറി പറഞ്ഞുതരും. അവള് വലിയ ആളപ്പുറം പോകണ്ട? വലിയ ആളപ്പുറം കുറച്ചൊരു 35 വയസ്സുള്ള ആൾക്കാരപ്പുറം പോക്കുണ്ട്. ചെറിയ ചെക്കൻ്റെ അപ്പുറം പോക്കുണ്ട്. ഓളേക്കാള് വിളയത്. പൈസ പോക്കുണ്ട്. രാത്രി പബ്ബിലെല്ലാം പോകാൻ പൈസ കൊടുക്കൂലേ? ബിസിനസ്സല്ലേ? ശരിക്കും പറഞ്ഞാൽ വെറുതെ അല്ലല്ലേ നിങ്ങളെ ഈ ബാംഗ്ലൂരിൽ പോയി പഠിക്കുന്ന നേഴ്സുമാരെ പ്രത്യേകിച്ച് വിശ്വസിക്കാനേ പാടില്ല, കല്യാണം കഴിക്കാനും പാടില്ല പറയുന്നത്. എല്ലാരും അങ്ങനെയൊന്നുമില്ല.